അല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാവും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് പ്രസവിക്കും എന്ന് കാത്തിരിക്കുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടു പോകുന്നു. ഗണപതി കല്യാണം പോലെ എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ പ്രസവം കഴിഞ്ഞാലല്ലേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളും ധ്രുവീകരണങ്ങളെ കുറിച്ച് തന്നെയാണ്. ഇപ്പോഴും 3 പേർ തന്നെയാണ് ശക്തമായി മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. 3 രീതിയിലുള്ള നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ആർക്കാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഏറെ പ്രസക്തമാണ്. KC വേണുഗോപാൽ പക്ഷം ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം, അല്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ് പരത്തുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ MLA-മാരുടെ സ്വാധീനം പിന്തുണ ഞങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഇത് എന്ത് തരത്തിലുള്ള ഒരു നൈതികതയുടെ, രാഷ്ട്രീയ നൈതികതയുടെ ഭാഗമായി പറയുന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്ര തന്നെ MLA-മാർ KC വേണുഗോപാലിന്റെ ഭാഗത്തുണ്ടെങ്കിലും ഈ MLA-മാരെല്ലാവരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഈ 140 മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് നൽകി ജനങ്ങൾ MLA-മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന, ഇവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതെങ്കിലും MLA-മാരിൽ നിന്നും നമ്മുടെ നാട് ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ള ധാരണയിൽ തന്നെയാണ് വോട്ട് ചെയ്തേക്കുന്നത്. ഞാനും സാറും ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ചിത്രത്തിലില്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും വോട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരെ നിന്ന് നയിച്ച പടനായകൻ എന്നൊക്കെ പറയുന്ന VD സതീശനെ പോലെ ജനകീയ സ്വീകാര്യതയുള്ള ഒരാളെ കവച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വെട്ടി ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ പക്ഷം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ചക്കളത്തി പോരാട്ടം നടത്തുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? വേണുഗോപാൽ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ, ഞാനും അപ്പനും പിന്നെ സുഭദ്രയും ചേർന്നതാണ് ഞങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഹൈക്കമാൻഡ് അത്തരത്തിൽ വേണുഗോപാലിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമായി മാറുമ്പോൾ കേരളത്തിൽ വോട്ട് ചെയ്ത ആളുകളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന തരത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും. ഇതാണ് ഇവിടെ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ 10-40 വർഷക്കാലം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ അടുത്ത് നിന്ന് വീക്ഷിക്കുകയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സജീവമായി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുകയും ഫലപ്രവചനം നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതുപോലെ തന്നെ മിക്കവാറും വന്നിട്ടുമുണ്ട്. എന്താണ് സാറിന്റെ അഭിപ്രായം? ഞാൻ VD സതീശൻ്റെയോ അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെ ആളല്ല. പക്ഷെ നിഷ്പക്ഷമായി ഓരോരുത്തരെയും വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആദ്യം KC വേണുഗോപാലിനെ നമുക്ക് വിലയിരുത്താം. KC വേണുഗോപാൽ ആരാണ്? AICC സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് എല്ലാ സ്റ്റേറ്റിലും പാർട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു. 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ, അതിൻ്റെ മുന്നണിയെ നയിക്കാൻ വേണ്ട പണവും അതേപോലെ മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്തു കൊടുക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ 5 സ്റ്റേറ്റിലും കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മുന്നണിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിച്ച അദ്ദേഹത്തിന് നേരത്തെ അറിയാം ഇന്ത്യയിൽ DMK തോൽക്കാൻ പോവുകയാണ്. അതേപോലെ അവിടെ
ഒറ്റയ്ക്ക് നിൽക്കുന്ന മുന്നേ ഇവിടെ ബംഗാൾ തോൽക്കാൻ പോവുകയാണ്, സീറ്റ് കിട്ടാൻ പോകണില്ല. അതേപോലെ പുതുച്ചേരിയിൽ തോൽക്കാൻ പോവുകയാണ്. അതേപോലെ ആസാമിൽ 50ഓളം സീറ്റുണ്ട്, അവിടെയും തോൽക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ ഒന്നും തന്നെ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല എന്നതിന് പറയുന്നതിന് കാരണം എന്താ? അവിടെ ശക്തനായ ഒരു നേതാവോ മുന്നണി നയിക്കാനോ ആളില്ല. അവിടെ ജനങ്ങൾ കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, മുമ്പ് കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ അവിടെ നമ്മുടെ കേരളത്തിലുള്ള പോലെ വി ഡി സതീഷിനെ പോലെ ഒരു നേതാവോ അതിനെ സംവിധാനമോ വളർത്തിയെടുക്കാൻ ഈ KC വേണുഗോപാൽ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം കഴിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഉദാഹരണം പുതുച്ചേരിയിൽ DMK-യുമായി ധാരണ ഉണ്ടായി കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസ് വിജയിക്കുമായിരുന്നു. DMK കോൺഗ്രസ് നമ്മളുടെ മുന്നണി വിജയിക്കുമായിരുന്നു. ഇതേപോലെ തന്നെ ബംഗാളിൽ കൃത്യമായി മമതാ ബാനർജിയുമായി സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസിന് ഒരു 10-30 സീറ്റെങ്കിലും കിട്ടുമായിരുന്നു. അവിടെ കിട്ടിയ 2 സീറ്റാണ്. ആസാം ആവട്ടെ, അവർക്ക് 50 സീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. 50 സീറ്റിൽ നിന്ന് ഇത്തവണ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സ്ഥലമാണ് ആസാം. അവിടെ എന്തുകൊണ്ട് അവിടെ പ്രാവശ്യം വിജയിച്ചില്ല? അപ്പം KC വേണുഗോപാൽ അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ള നിലയിൽ പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിന്റെ തെളിവാണത്. അങ്ങനെയുള്ള കേരളത്തിൽ അദ്ദേഹം അതേപോലെ 5 സ്റ്റേറ്റ് പോലെ തന്നെ കരുതുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്തത് എന്താണ്? ഇവിടെ അദ്ദേഹം ഇവിടെ നിന്ന് കൊടുത്ത ലീസ്റ്റ് കംപ്ലീറ്റ് വെട്ടിമാറ്റി അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം, ഗൂഢാലോചന നടത്തിയ പ്രകാരം അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു കേരളത്തിൽ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അധികാരം നേടിയെടുക്കണം, അദ്ദേഹം മുഖ്യമന്ത്രിയാകണം, വേറെ എവിടെ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ ഓരോ സ്ഥാനാർത്ഥിക്കും കാശ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത്. എനിക്ക് വേണ്ടി കൈപ്പൊക്കണം എന്ന് നേരത്തെ ഗൂഢാലോചന ഉണ്ടാക്കി അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. വി ഡി സതീശൻ എന്താ ചെയ്തത്? അദ്ദേഹം ഗ്രൂപ്പ് നോക്കിയില്ല. അതെ, 2021 പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു ഗ്രൂപ്പിലും പെടാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്തായി? ആരും അദ്ദേഹത്തിന് കൂടില്ലാതെയായി. ഡൽഹിയിൽ അദ്ദേഹം പോയിട്ട് ലിസ്റ്റിൽ കടുംപിടുത്തം പിടിച്ചില്ല. കടുംപിടുത്തം പിടിക്കാത്തതുകൊണ്ട് എന്തായി? അദ്ദേഹത്തിൻ്റെതായ ആളുകൾ ആരും ഇല്ലാതെയായി. അദ്ദേഹം ജയിക്കാവുന്ന ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതിനേക്കാൾ മികച്ച അദ്ദേഹം കഴിഞ്ഞ 5 വർഷം കൂടെ പഠിച്ച് ഓരോ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്ന ആളുകളെ കൃത്യമായി പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിരുന്നു. ആ ലിസ്റ്റ് പൂർണ്ണമായും വെട്ടിമാറ്റി അവരെല്ലാം ചെയ്ത വി ഡി സതീശൻ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട്. നയിക്കുന്ന ആളെ എല്ലാവരും എങ്ങനെയാ കാണുന്നത്? അദ്ദേഹം ഒരു നിലപാടുള്ള ആളാണ്, മതേതരവാദിയാണ്, സമുദായ ശക്തികൾ തലപൊക്കിയപ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ച ആളാണ്. അപ്പൊ ആ രൂപത്തിൽ കേരളത്തിൽ ഒരു മുഖച്ഛായ തന്നെ UDF ഉണ്ടാക്കി കൊടുക്കുകയും നേതൃത്വത്തിൽ അധികം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. നിഷ്പക്ഷരായ ആളുകൾ അദ്ദേഹത്തിന് അംഗീകരിച്ചു മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളും BJP-യിലെ സാധാരണ അണികൾ പോലും അദ്ദേഹം ശക്തമായി നിലപാടുള്ള ആളാണ്, അദ്ദേഹത്തെ നയിക്കാൻ അറിയാം, ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ കേരളത്തിന് വികസനത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം ഏത് കാര്യങ്ങളും ക്ലിയറായി മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതാണ്, പ്രശ്നമുണ്ട് തീർക്കാൻ പറ്റും. അങ്ങനെയാണ് ടീം UDF ആയിട്ട് കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് തമ്മിൽ തല്ലിയിരുന്ന മുന്നണിയിലും കോൺഗ്രസിലേക്ക് ഒറ്റക്കെട്ടാക്കി ഇവിടെ വരെ എത്തിച്ചു. ഏതെങ്കിലും ഒരാള് ഒരു എതിരഭിപ്രായം പറയുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. എല്ലാവരെയും കോർത്തിണക്കി ഇവിടെ എത്തിച്ച ശേഷം ജയിച്ച് കപ്പ് മേടിക്കാൻ പോയ സമയത്താണ് അവിടെ വേറൊരാള് രംഗപ്രവേശം റെഫറി ആയിട്ട് നിന്ന ഒരാൾ അവിടെ ചാടി വീണ് ഞാനാണ് കപ്പടിച്ചത് എന്ന് പറഞ്ഞിട്ട് ചാടി വീണത്. സാർ, ഇവിടെ ഒരു കാര്യം ഒന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടും, ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ നിർണായകമായിരിക്കും എന്ന് പറയുന്ന KC വേണുഗോപാൽ പക്ഷം ഇവിടെ നമ്മൾ ആരും കാണാതെ പോകുന്ന, ഒരുപക്ഷെ ചർച്ചയിൽ ആരും ചർച്ച ചെയ്യാതെ വിട്ട ഒരു കാര്യം, ഒരുപക്ഷെ അവരുടെ മാന്യത കൊണ്ടായിരിക്കാം. ഈ ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്ന വേണുഗോപാൽ ഇവിടെ കേരളത്തിൽ മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി വരും എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു. രാഹുൽ ഗാന്ധിയും വേണുഗോപാലും ചേർന്നെടുത്ത വളരെ രഹസ്യമായെടുത്തൊരു തീരുമാനമാണോ ഇത്? അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് എന്തുകൊണ്ട് വേണുഗോപാലിന്റെ അനുചിതമായ ഈ പ്രവൃത്തി മുടക്കാൻ സാധിക്കുന്നില്ല? ഇതിന് ഞാൻ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിൽ MP-മാർ നിയമസഭയിലേക്ക്, അതായത് നിലവിലുള്ള MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട ഒന്നൊരു നിയമമുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് K. സുധാകരനെ മത്സരിക്കണം
എന്ന് പറഞ്ഞപ്പോൾ വെട്ടിമാറ്റിയത് ആ നിയമം കൊണ്ട് തന്നെയാണ്. അടൂർ പ്രകാശനും കൊടിക്കുന്നിൽ സുരേഷിനും എല്ലാം മത്സരിച്ചാൽ മത്സരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആര് നിന്നാലും ജയിക്കുന്ന സാഹചര്യത്തിൽ അടൂർ പ്രകാശും കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും എല്ലാം ജയിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ KC വേണുഗോപാൽ വലിയൊരു കളി കളിച്ചിരിക്കുന്നു. കാരണം ഇവരൊക്കെ നിന്ന് ജയിക്കുകയാണെങ്കിൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ MP-മാർ കുറയും. മാത്രമല്ല ഇവർ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിന് തന്റെ താല്പര്യം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അറിഞ്ഞുകൊണ്ട് വളരെ ഗൂഢമായി നടത്തിയ ഒരു തന്ത്രമാണോ, രാഷ്ട്രീയ ശൃഗാല തന്ത്രമാണോ ഇതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിലെയും കോൺഗ്രസ്സുകാരെയും വോട്ട് ചെയ്ത ആളുകളെയും ഇവർ രഹസ്യമായി പറ്റിക്കുകയായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി ഇന്ന് എടുക്കുന്ന നിലപാട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. KC വേണുഗോപാലിന്റെ ഇത്തരം കളികൾക്ക് കൃത്യമായി രാഹുൽ ഗാന്ധിയും കൂട്ടുനിന്നിട്ടുണ്ടോ അത് ഇന്ന് അറിയാം. അങ്ങനെ കൂട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ വില ആപ്പാടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ മാറോട് ചേർത്ത് വിജയിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിലയും നിലയും അതോടെ തീരും. നമ്മൾ KC വേണുഗോപാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത MLA-മാരല്ല ഇവിടെ നേതൃത്വത്തിലേക്ക് വരുന്നത്, അല്ലാതെ മാറി നിന്ന ആൾക്കാരാണ് നേതൃത്വത്തിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോ തന്നെ നമ്മൾ ഈ വീഡിയോന് മുന്നിൽ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുകയാണ്, KC വേണുഗോപാൽ കൃത്യമായി പറയുകയാണ്, അതായത് നേതൃത്വത്തിൽ വന്ന ഇപ്പോഴത്തെ ഇലക്ഷൻ നിന്ന ആളുകളല്ല നേതൃത്വത്തിൽ വരിക. അതിന്റെ ഒരു ഗൂഢാലോചനയാണ്. അതായത് അദ്ദേഹം ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ചു കേരളത്തിൽ. ഗ്രൂപ്പില്ലാത്ത കേരളത്തിൽ 5 വർഷമായി ഗ്രൂപ്പില്ലാത്ത കേരളത്തിൽ ഗ്രൂപ്പ് കൊണ്ടുവന്ന് ഇവിടെ അദ്ദേഹം അത് വെച്ചിട്ട് പൈസ കൊടുത്ത് എല്ലാവരെയും തന്റെ പക്ഷത്താക്കി. ആരെങ്കിലും പക്ഷത്തല്ല എങ്കിൽ അവിടെ ഈ ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരാരോ KC വേണുഗോപാലിന്റെ ആളുകളാണ്. അതായത് KC വേണുഗോപാലിന്റെ പ്രതിനിധികളാണ് അജയ് മാക്കനും മുഗൾ വാസ്നിക്കും അതേപോലെ ദീപാദാസ് മുൻഷിയൊക്കെ. ഇവര് 3 പേരും കൂടെ ഇവിടെ വന്നിട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഈ പറയുന്ന ആളുകൾ പേടിച്ചിട്ട്, ഓരോരുത്തർ MLA-മാരും നാളെ എന്തെങ്കിലും കാര്യം ഡൽഹിയിൽ വേണമെങ്കിൽ KC വേണുഗോപാൽ വേണമല്ലോ, അത് പേടിച്ചിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ അവർ ആർക്ക് അനുകൂലമായി വോട്ട് കൊടുത്തിരിക്കുന്നത് KC വേണുഗോപാൽ. അതേസമയത്ത് രഹസ്യ വോട്ടെടുപ്പായിരുന്നെങ്കിൽ തീർച്ചയായും VD സതീശൻ ജയിക്കും. അതാണ് സാർ അതിൻ്റെ ഉള്ള തന്ത്രം. കാരണം KCക്ക് അനുകൂലമായി ആരൊക്കെ പറയുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദീപാദാസ് മുൻഷിയെ കൂടി അവിടെ ഇരുത്തിയിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ MLA-മാരെ കൂടി വെട്ടിലാക്കിയായിരുന്നു. VD സതീശൻ അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ VD സതീശന്റെ പ്രവർത്തന പരിചയം കൊണ്ട് ആ പാടവം കൊണ്ട് ടീം UDF എന്ന ഒരു പ്രസ്ഥാനം വിജയത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച MLA-മാര്, ജയിച്ചു വന്ന MLA-മാർക്ക് VD സതീശന് അനുകൂലമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യം KC വേണുഗോപാൽ മനഃപൂർവ്വം അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിലെ തന്ത്രജ്ഞത. അതായത് ഇവര് 3 പേരും ആരുടെ ആളാണ്? KC വേണുഗോപാലിന്റെ ആണ്. ഇതിൽ ഏറ്റവും ചതിയൻ ആരാണ്, വഞ്ചകൻ ആരാണ്? KC വേണുഗോപാലാണ്. അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഈ കാര്യത്തിൽ കാണിച്ചില്ല. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റേറ്റിന്റെ മറ്റുള്ള 5 സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമുള്ള ആള് പോലെ കേരളത്തിന് സ്റ്റേറ്റിന്റെ ഒരാൾ മാത്രമാണ് അദ്ദേഹം. അപ്പൊ ആ കേരളത്തിലെ സ്റ്റേറ്റ് കിട്ടിയപ്പോൾ അവിടെ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് നാണം കെട്ട രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഇവിടെ 5 സ്റ്റേറ്റുകളിലെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉത്തരവാദിത്തമുള്ള ആളാണ്. അവിടേക്ക് ഇലക്ഷൻ നടത്തി അവിടെയുള്ള കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അല്ലാതെ ജയിച്ച സ്റ്റേറ്റ് കേരള സ്റ്റേറ്റിലെ ആളുകളെ നിശ്ചയിച്ചു എന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കല്ല വേണ്ടിയിരുന്നത്. കേരളത്തിൽ ഇല്ലാത്ത ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുത്ത് ആണ് KC വേണുഗോപാൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. സാർ, ഇവിടെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡിന്റെ ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയാകുക എന്നുള്ള ദൗത്യമാണോ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ ഏൽപ്പിച്ചേക്കണേ? അതല്ലല്ലോ. ഇനിയിപ്പോ കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കേണ്ട അടിയന്തരമായ എന്ത് സാഹചര്യം കേരളത്തിലുള്ളത്? ടീം UDFന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും കഴിഞ്ഞ 5 വർഷ
വർഷക്കാലമായിട്ട് വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു സമഗ്രമായ ടീം യു ഡി എഫിന്റെ വർക്കിന്റെ ഫലമായി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫ് ഭരണത്തിലേക്ക് വരുന്നത്. അതിന് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായിട്ടുണ്ട്, തീർച്ചയായും ഇല്ല എന്ന് പറയുന്നില്ല. പിണറായി വിരുദ്ധ വികാരം ഘടകമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഒരു ടീം യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി ക്യാപ്റ്റനായി നിന്ന വി ഡി സതീശന്റെ ഈ ക്യാപ്റ്റൻസി കാണാതെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആളുകൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞു കൊടുക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ കേരളത്തിലെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ തെരുവ് തോറും കേരളത്തിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ വി ഡി സതീശന് അനുകൂലമായി നടക്കുന്നത്. ഈ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിയാതെ ഹൈക്കമാൻഡ് ഏതെങ്കിലും കാരണത്താൽ വേണുഗോപാലിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ നടന്ന പ്രകടനങ്ങളുടെ ചെറിയ രൂപമാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് കേരളത്തിൽ എത്രമാത്രം ശക്തമാണെന്നുള്ളതാണ്. ആരും പറഞ്ഞിട്ടല്ല. വി ഡി സതീശന് താല്പര്യമുള്ള ആളുകൾ സ്വയം ഇറങ്ങി വരികയാണ്. അവര് വി ഡി സതീശൻ ഇത്തരം പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ പ്രചരണം നടത്തരുതെന്ന് പറഞ്ഞിട്ട്, തെരുവിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ നീതി നിഷേധത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത് രാഹുൽ ഗാന്ധി ഒരു മാന്യനാണെങ്കിൽ, അദ്ദേഹം നീതിമാനാണെങ്കിൽ, അദ്ദേഹം ഇത്തവണ വി ഡി സതീശനെ വി ഡി സതീശൻ ഉത്തരവാദിത്തം നിർവഹിച്ച് അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കപ്പ് വാങ്ങാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം നിഷ്പക്ഷനല്ല, നീതിമാനല്ല എന്ന് കരുതേണ്ടി വരും. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.